ഹായ് ഗൈസ്, നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വിവോ സീരീസിലെ രണ്ട് പുതിയ മൊബൈൽ. ഇപ്പോൾ ലേറ്റസ്റ്റ് ലോഞ്ച് ചെയ്ത രണ്ട് പുതിയ മൊബൈലാണ് വിവോ X200, വിവോ X200 Pro. ആദ്യം നമുക്ക് വിവോ X200 നിന്ന് തുടങ്ങാം. X200 സീരീസിനെ കുറിച്ച് ആദ്യമായിട്ട് പറയുമ്പോൾ നമുക്കതിൻ്റെ ക്യാമറയാണ് മെയിനായിട്ട് പറയാനുള്ളത്. ജെയ്സിൻ്റെ ക്യാമറയാണ് ഇതിൽ വരുന്നത്. രണ്ടിലും X200 പ്രോയിലും ജെയ്സ് ആണ്, ഇതിനും ജെയ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 200 മെഗാ പിക്സലിൻ്റെ ഒരു കിടിലൻ സെൻസറാണ് വരുന്നത്. ഇതിൽ 50 മെഗാ പിക്സലിൻ്റെ 3 ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. ഇതിൽ യൂസ് ചെയ്തിരുന്ന ചിപ്സെറ്റ് മീഡിയടെക്കിൻ്റെ ഡൈമെൻസിറ്റി 9400 എന്ന സീരീസിലെ ചിപ്സെറ്റാണ്. 5800 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ജെയ്സിൻ്റെ തന്നെ, അതായത് നമ്മൾ ക്യാമറ കണ്ടില്ല, അതായത് അവരുടെ തന്നെ ജെയ്സിൻ്റെ മാസ്റ്റർ കളർ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഡിസ്പ്ലേനെ കുറിച്ച് പറയുക വെച്ചാൽ ഒരു രക്ഷയില്ല. അതിൻ്റെ അതായത് കളറൊക്കെ ഭയങ്കര പഞ്ച് ഔട്ടാണ്, പഞ്ചി. ആ ഒരു HDR10 ടൈപ്പ് ഓഫ് ഡിസ്പ്ലേ ആണ്, നമുക്ക് കളർ പഞ്ചാണ് ഇതിൽ കിട്ടണത്. 2 സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഇതിൽ വരുന്നത്. സൗണ്ടും കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് സൗണ്ടും കാര്യങ്ങളൊക്കെ. പിന്നെ ഇൻഹാൻഡ് ഫീൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ വെയിറ്റ് ആണ്. അതായത് തീരെ ഈ 5800 mAh ഒരിക്കലും നമുക്ക് ഈ ഒരു ഫോണിലുണ്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അടിപൊളിയാണ്. തീരെ വെയിറ്റ് കനം തോന്നിക്കില്ല ഫോൺ. കേസ് ഇല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ ടൈപ്പുള്ള ഒരു ഡിവൈസാണ്. കാരണം ഇതിൻ്റെ സൈഡ് നിങ്ങൾക്ക് കാണാം, കർവ് ഇല്ലാണ്ട് ഒരു ഫ്ലാറ്റ് ടൈപ്പാണ് ഇതിൻ്റെ ഫ്രെയിം വരുന്നത്. അതുകൊണ്ട് നമുക്ക് പിടിക്കുമ്പോഴും അതെ എഡ്ജസൊക്കെ അത്രയ്ക്ക് ഷാർപ്പൊന്നുമല്ല. അപ്പോൾ നമുക്ക് കേസ് ഇല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാം, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണിലും നിങ്ങൾക്ക് അറിയാമല്ലോ AI ഫീച്ചേഴ്സാണ്. അതേപോലെ തന്നെ AI റിച്ച് ഫീച്ചേഴ്സ് ഇതിലുമുണ്ട്. പിന്നെ പ്രൊട്ടക്ഷൻ്റെ കാര്യം പറയുമ്പോൾ IP68 and 69, അതായത് ബോത്ത് വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് ആണ് ഈ ഫോണിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് X200 സീരീസിൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ വലിയ ഏട്ടനായ X200 Pro വേരിയൻറ്റിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. പ്രോ സീരീസിൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ക്യാമറ തന്നെയാണ്. ഒരു രക്ഷയില്ല ക്യാമറ. 200 മെഗാ പിക്സലിൻ്റെ ഒരു കിടിലം സൈസ് സെൻസറോട് വരുന്നൊരു ക്യാമറ സെൻസറാണ് ഇതിലുള്ളത്. 200 സീരീസിൽ നമ്മൾ നോക്കിയപ്പോൾ സാധാ 50 മെഗാ പിക്സലിൻ്റെ നോർമൽ സെൻസറായിരുന്നു. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ 200 മെഗാ പിക്സലാണ് ഇതിൻ്റെ സെൻസർ, മെയിൻ സെൻസർ വരുന്നത്. അതായത് മെയിനായിട്ട് നമുക്ക് സൂം, ഫോക്കൽ ലെങ്ത് ഒക്കെ കിടിലാണ്. പിന്നെ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ചിപ്സെറ്റും സെയിം ആണ്. ഡൈമെൻസിറ്റി തന്നെ മീഡിയടെക് ഡൈമെൻസിറ്റിയുടെ 9400 സീരീസാണ് ചിപ്സെറ്റ് വരുന്നത്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. ചെറുതല്ല, കുഴപ്പമില്ലാത്ത വ്യത്യാസം. അതായത് പ്രോ വെർഷനിൽ 6000 mAh ആണ്, നോൺ പ്രോ വെർഷനിൽ 5800 mAh ആണ് ബാറ്ററി വരുന്നത്. പിന്നെ ഡിസ്പ്ലേ ഒക്കെ പറയുമ്പോൾ രണ്ടും ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ ലെങ്ത്ത് കുറച്ച് ഇതുണ്ട്. അതായത് ഇത് 6.78 ആണ് ഇതിൻ്റെ ഇത്, പിന്നെ ഇത് 6.67 ആണ്. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേൻ്റെ ഇത് നമുക്ക് കുറച്ചൊന്ന് എടുത്ത് കാണാം. സെയിം മെറ്റീരിയലൊക്കെ സെയിം ആണ്. ജെയ്സിൻ്റെ തന്നെ മാസ്റ്റർ കളർ ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ഇതറിയാം. ഇതിൽ XT പ്രോയിൽ നമുക്ക് കുറച്ചും കൂടി വലിയ ഡിസ്പ്ലേ ആണ്. 200 കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്, അത്രേ ഉള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നോക്കുമ്പോൾ ഇതിൻ്റെ പ്രൊട്ടക്ഷനും സെയിം ആണ്. രണ്ടിലും IP68 and 69 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ രണ്ടിലും വരുന്നുണ്ട്. പ്രൈസിൻ്റെ കാര്യം വരുമ്പോൾ 66,000 റുപ്പീസാണ് നോൺ പ്രോ വേരിയൻ്റായ X200 സീരീസിന് ആസ് പെർ മാർക്കറ്റ് പ്രൈസ്. പ്രോൻ്റെ വില 96,000 റുപ്പീസാണ് ആസ് പെർ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ്. ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 29,000 റുപ്പീസിൻ്റെ ഒരു ഡിഫറൻസ് കാണിക്കുന്നുണ്ട് രണ്ടിലും. പക്ഷേ ഞാൻ പറയുക വെച്ചാൽ ഡെഫിനറ്റ്ലി പ്രോ വേരിയൻ്റാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവരും ഐഫോൺ വാങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇതിൽ ഐഫോണിൻ്റെ ഒരു ക്ലാരിറ്റിയാണ് ഇതിൽ. വീഡിയോ ക്വാളിറ്റി ആയാലും ഫോട്ടോ ക്വാളിറ്റി ആയാലും രണ്ടിലും ഈ പ്രോ വെർഷനിലേക്ക് കിട്ടിയത്. പിന്നെ ജെയ്സിൻ്റെ ആ ഫോക്കസ് ലെങ്ത്തും അതിൻ്റെ ആ ഫോക്കൽ പവറൊക്കെ കിട്ടപ്പോൾ എനിക്ക് എന്തായാലും ഡെഫിനറ്റ്ലി പ്രോ വെർഷനായിട്ട് പോകുന്നതാണ് ബെറ്റർ. കാരണം ഇത് നോർമൽ നമ്മളിപ്പോൾ ഈ 66,000 കൊടുത്തിട്ട് നമ്മൾ ഇത് വാങ്ങേണ്ട ആവശ്യമില്ല എൻ്റെ ഒരു ഇത്. കാരണം നോർമൽ ഫോണാണ്, നിങ്ങൾക്ക് ഈ പ്രൈസിൽ തന്നെ വേറെ കിടിലം ഫോൺസ് കിട്ടും. പ്രോ വെർഷനിൽ ഈ ക്യാമറ എന്തായാലും ഞാൻ ഇതുവരെ അടുത്ത് കാണാത്തൊരു ക്യാമറയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ആ 29,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ തന്നെ ഡെഫിനറ്റ്ലി ഗോ വിത്ത് X200 Pro സീരീസ്. അപ്പോൾ ഈ രണ്ട് ഫോണിൽ നിങ്ങൾക്ക് ഏത് ഫോണാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്ത് പറയൂ. അപ്പോൾ ഇതേപോലത്തെ ടെക് റിലേറ്റഡ് വീഡിയോസായിട്ട് നമുക്ക് അടുത്ത വട്ടം കാണാം. ബൈ.